ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലതരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ സംസ്ഥാനത്ത് നടക്കുകയാണ്. ദേശീയ തലത്തിലടക്കം അങ്ങനെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. പക്ഷേ പത്മജ, പത്മിനി, ഉദയകുമാർ ബ്ലോക്കായി കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് പോവുകയാണ്. കോൺഗ്രസിന് അണികളെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആരാണ് BJPയിലേക്ക് പോകാതിരിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു ഗ്യാരണ്ടിയില്ല. അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംഘടന കൈകാര്യം ചെയ്യുന്ന ആളെന്നാണ് വേണുഗോപാലിനെ പറ്റി പറയുന്നത്. വേണുഗോപാലൻ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുകയാണ്. ഇനിയിപ്പോൾ ജാഥ കഴിഞ്ഞ ഉടനെ തന്നെ രാഹുൽ ഗാന്ധിക്ക് നേരെ ഇവിടെ വയനാട്ടിൽ വരേണ്ടി വരും. അവർക്ക് സംഘടന നോക്കാൻ ആളില്ല. ഇപ്പോഴേറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആരാ പ്രതികരിച്ചത്? രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. അദ്ദേഹം മനസ്സിലാക്കിയിട്ടേ ഇല്ല. കോൺഗ്രസ് നേതൃത്വം എവിടെയും അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും പോലെ ചില കോൺഗ്രസ്സുകാരും ഇവിടെയുള്ള കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിയിട്ട് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കാനാകുക എന്ന് നോക്കിയിട്ട് നടക്കുകയാണ്. ഇവരുടെ മൗനം അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി അവർ മനഃപൂർവ്വം കാണിക്കുന്നൊരു മൗനമാണോ? എന്താ സംശയമുള്ളത്? അവരിത് അംഗീകരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായത്തിലല്ല അവരുള്ളത്. അവരത് ഹിന്ദുത്വ അജണ്ടയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് എതിർക്കാനുള്ളൊരു മനസ്സ്, മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഇവർക്കില്ല. അപ്പോൾ കാപട്യമാണ് നിന്ന് വിഴക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന വിശാലമായ ആശയം അത് ദുർബലപ്പെട്ടോ? ഒരു മുന്നണി എന്ന രീതിയിലൊന്നും അതിന് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് ആദ്യം മുതലേ ധാരണയുണ്ട്. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ആയിരുന്നു അതിന് മുഖ്യ പങ്ക് വഹിക്കേണ്ടത്. അവർ തന്നെ ഒളിച്ചോടി. BJP വിരുദ്ധ വോട്ട് മുഴുവൻ കേന്ദ്രീകൃതമായിട്ട് ഓരോ സംസ്ഥാനത്തിലെ ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ച് നിലപാട് സ്വീകരിച്ചാൽ BJPയെ തോൽപ്പിക്കാനാവും. അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ കോൺഗ്രസിനാവില്ല എന്ന് വ്യക്തമായി. രാഹുൽ ഗാന്ധിക്കാവില്ല എന്ന് വ്യക്തമായി. KC വേണുഗോപാലിനാവില്ല എന്ന് വ്യക്തമായി. കേരളത്തിലെ അവസ്ഥ പരിശോധിച്ചാൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സുകാർ കൂടുമാറിയാലും ആ കുറ്റം മുഴുവൻ മുഖ്യമന്ത്രിക്കും നേരത്തെ ഇവിടെ സേവനമനുഷ്ഠിച്ച ആൾക്കാർക്കുമാണ്. അങ്ങനെയാണ് പറയുന്നത്. അല്ല, അത് കനുകൂലി സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേണുഗോപാലിൻ്റെ, അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം VD സതീശൻ്റെ ഒക്കെ ഒരു നിലപാടാണ്. ഏത് കാര്യം വന്നാലും മുഖ്യമന്ത്രിയെ കുറ്റം പറയണം. അതിന് പറ്റാവുന്ന ഒരു വഴി അദ്ദേഹം ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ്. അല്ലാണ്ട് പത്മജ കോൺഗ്രസ് വിട്ട് BJP പോകുന്നതിന് പിണറായി വിജയനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? അതിനൊന്നും മറുപടി അർഹിക്കുന്നതല്ല. എന്തെങ്കിലുമൊക്കെ തോന്നിയതൊക്കെ പറയുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നിലവാരമുണ്ട്. ആ നിലവാരത്തിൻ്റെ ഒപ്പമൊന്നുമല്ല ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുള്ളത്. ലീഗ് എന്ന് പറയപ്പെടുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയെ പൂർണ്ണ അർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്ന പല സംഭവങ്ങൾ, പ്രത്യേകിച്ച് വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടുകളിൽ പലപ്പോഴും പല നേതാക്കളും, ലീഗിലെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാട് അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം തയ്യാറില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾക്കൊന്നും ഈ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല, ന്യൂനപക്ഷത്തിന് വിശ്വസിക്കാൻ പറ്റില്ല, ജനാധിപത്യ ശക്തികൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, മതനിരപേക്ഷവാദികൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതാണിപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ചിത്രം. കേരളം ശക്തമായൊരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിൽ പറയാൻ കോൺഗ്രസിനൊന്നുമില്ല. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ അത്തരം ശ്രമങ്ങളെ അട്ടിമറിക്കാൻ, അതിൻ്റെ പിന്നിലൂടെ ചില അക്രമ സംഭവങ്ങൾ നടത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നതായി മാഷ് സംശയിക്കുന്നുണ്ട്? അല്ല, ഇവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം നടത്തിയിട്ടുള്ളത്. പക്ഷേ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾ ഇവരോടൊപ്പം പോകുന്നില്ല, ഇവരെ വിശ്വാസത്തിലെടുക്കുന്നില്ല. കേരളത്തിലെ BJPയുടെ B ടീം ക്യാപ്റ്റനായി EP ജയരാജൻ മാറി. അതുകൊണ്ടാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും BJP സ്ഥാനാർത്ഥികൾ കരുത്തരാണ്, അവരെ എതിരിടും എന്ന് പറഞ്ഞതെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കുറ്റപ്പെടുത്തൽ. അല്ല, പ്രതിപക്ഷ നേതാവ് പറയുന്നതിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി BJPയെയും കോൺഗ്രസിനെയും UDFനെയും ശക്തിയായിട്ട് നേരിട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആളുകൾ ഒഴുകിപ്പോകുന്ന പശ്ചാത്തലത്തിൽ ചില മണ്ഡലങ്ങളിൽ ശക്തിയായ മത്സരം BJPയും കോൺഗ്രസും ഞങ്ങളും തമ്മിൽ തന്നെ നടക്കും. ത്രികോണ മത്സരം ശക്തിയായിട്ട് നടക്കും എന്നേ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. കുറ്റപ്പെടുന്നത് ഈ BJPയുടെ കേരളത്തിലെ B ടീം ക്യാപ്റ്റൻ എന്നാണ് LDF കൺവീനറെ. അതൊക്കെ തോന്നിയാസം പറയുന്നതിന് വേറെ ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം ഓരോന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കനുകൂലി സിദ്ധാന്തം നല്ലപോലെ ബാധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തോട് പിന്നെ വിശദീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സംസ്ഥാന സർക്കാർ അഭിമാനപൂർവ്വം കൊണ്ടുവന്നാണ് കെയർ-ഐസ്. മോദി ഒരു പദ്ധതി കൊണ്ടുവന്നു. സമാനമായ രീതിയിൽ വോട്ട് പിടിക്കാൻ കേരളവും മുഖ്യമന്ത്രിയും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അല്ല, ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതേ ഉദ്ദേശമുള്ളൂ. അത് വ്യവസ്ഥാപിതമായ രീതി തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സപ്ലൈകോ ഉൾപ്പെടെയുള്ള പൊതുവിതരണ ശൃംഖലയെ ഉപയോഗിച്ചുകൊണ്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് എന്താ ചെയ്തത്? അവിടെയും ഇവിടെയും ലോറിക്ക് ഇറക്കിയിട്ട് അരി വിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ആരാതിൻ്റെ ഏജൻസി? ഏത് ഏജൻസി ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്? ഒന്നും കൊടുത്തില്ല.
ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ പിന്നെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തില്ല. ക്ഷേമപെൻഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യും. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണ്, കൊടുക്കാൻ സാധിക്കാത്തത് കേന്ദ്ര ഗവൺമെൻറ് പണം തരാതെ കൊണ്ടാണ്. ഇപ്പം പണം തരാതെ കേസുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞത് വ്യക്തമായല്ലോ. ഈ കനകൂല എഫക്റ്റ് ഇക്കുറി കേരളത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമോ? ഒരു സംശയമില്ല. എന്താണുള്ളത്? കനുകൂല എഫക്റ്റ് ഒന്നും കേരളത്തിൽ യോജിച്ച കനുകൂലമല്ല. അതൊക്കെ അദ്ദേഹമൊക്കെ ഈ ഉത്തരേന്ത്യൻ സ്റ്റൈലിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ സംവിധാനം വെച്ചുകൊണ്ടാണ് ഇവിടെ അളക്കാൻ പുറപ്പെടുന്നത്. അതൊന്നും കേരളത്തിൽ നടക്കുന്നതല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് ഒതുങ്ങേണ്ടി വന്നു. 20 എത്ര പ്രതീക്ഷിക്കുന്നു? അല്ലെങ്കിൽ ഒരു 20-20 അടിക്കും? 20 പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളിൽ അത്രയധികം കോൺഫിഡൻസ്? സ്ഥാനാർത്ഥികൾക്ക് എല്ലാ സ്ഥാനാർത്ഥികൾക്കും നല്ല തരത്തിലുള്ള ആത്മവിശ്വാസമാണ്. ഞങ്ങൾ 20 സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് 20 സീറ്റും ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ലക്ഷ്യം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു നമ്മളോടൊപ്പം ചെയ്യുന്നത്. മാഷ് പറഞ്ഞത് കൃത്യമായ നിലപാട് പറഞ്ഞ് നയം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.